ഹായ് ഹലോ, എൻ്റെ കൈക്കുന്ന ഈ കുഞ്ഞ് സുന്ദരിയാണ് ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്ന പ്ലാന്റ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ചെടിയിൽ ഉണ്ടാകുന്നത്. അമിതമായിട്ടുള്ള സൺലൈറ്റ് ആവശ്യമില്ലാത്ത പ്ലാന്റാണ്. അപ്പോൾ ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാവുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ ലീഫിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് ഇങ്ങനെ ഒരുപാട് പൂമുട്ടുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. തൈ കാണുന്നതാണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റിൻ്റെ മദർ പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലീഫ് കട്ട് ചെയ്ത് വെച്ചാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് എടുത്തേക്കുന്നത്. ഈ കാണുന്ന ഒരു മുറ്റിയ ലീഫ് നമ്മൾ നട്ട് അതിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് വന്നിട്ടുള്ള തൈകളാണിത്. അപ്പോൾ ഇത്രയാകുമ്പോൾ തന്നെ നമ്മുടെ പ്ലാന്റ് ഫ്ലവറിങ് ആവുകയും ചെയ്യും. ഇപ്പോൾ പലതരത്തിലുള്ള കീടശല്യങ്ങളും മറ്റും നമ്മുടെ ചെടിക്ക് കണ്ടുവരാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇതിന് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ടി മിക്സ് ആണ്. മെയിനായിട്ടും മണൽ നമ്മൾ ഒരുപാട് ആഡ് ചെയ്തിട്ടാണ് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണും മണലും കൂടിയാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത്. സമയത്തും പൂക്കൾ കാണും എന്നുള്ളതാണ് ഈ ഒരു പ്ലാന്റ് ഏറ്റവും വലിയ പ്രത്യേകത. പല വെറൈറ്റി കളേഴ്സിൽ ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. സുന്ദരിയായിട്ടുള്ള പൂക്കളാണ്. ഒരുപാട് മുട്ടുകൾ ഇങ്ങനെ ലീഫിൻ്റെ വശങ്ങളിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആഫ്രിക്കൻ വയലറ്റ് പ്ലാന്റ് കിട്ടുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് റീപ്പോർട്ട് ചെയ്യുമ്പോൾ മണൽ ഒരുപാട് ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റ് അഴുകും.